വീണ്ടും കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. എല്ലാം റിയലി റിയലി വെരി ഹാപ്പി. 18 വയസ്സുള്ള മുകളിലെ ആൾക്കാർക്ക് തന്നെ കാണണ്ടേ, എല്ലാവരും 18 വയസ്സിൽ വിചാരിച്ചിട്ടൊന്ന് കാണും. അടിപൊളിയാണ്. ഇങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോൾ ഫസ്റ്റ് ഉണ്ടോ അല്ലേ പക്കച്ചിരിയല്ല. സത്യം എല്ലാവർക്കും വിചാരിക്കുന്ന ഈ പറഞ്ഞ അപകടകരമായിട്ടുള്ള അല്ല, ജോക്സ് ആണ് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്റർടൈനിങ്, ഒരു ഹാപ്പി വൈബിലൊരു. പുതിയത് ആദ്യം പറഞ്ഞാൽ നിന്നപ്പോൾ മുഴുവൻ കണ്ടിട്ടില്ല, ഇത് മുഴുവൻ കണ്ടപ്പോൾ തോന്നുന്നു. മുഴുവൻ കണ്ടിട്ട് നമ്മൾ ഗ്രൂപ്പായിട്ട് ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ്. നമ്മളിലേക്ക് ഒരു ഓളം ഒക്കെ പറയില്ലേ, അത് ഓരോ ആൾക്കാരും ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. എസ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഓൾറെഡി ചിരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ വട്ടം ആൾക്കാരുടെ റെസ്പോൺസ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക തരം സന്തോഷമാണ് നമുക്ക്. റിസപ്ഷനിസ്റ്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ എന്നാലും ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ അഭിനയം കണ്ടപ്പോഴത്തേക്കും സിനിമയിൽ മുഴുവൻ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ പെർഫോമൻസ് കാണാൻ പറ്റുമായിരുന്നു. ആൻഡ് റിസപ്ഷൻ ആയ നിലയിൽ എനിക്ക് എല്ലാവരുടെയും കൂടെ പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരുടെയും കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന സമയത്ത് കുറേ തന്നെ എന്തായാലും ഓരോ ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കാണുമ്പോൾ ഭയങ്കര ലേണിംഗ് ആയിരുന്നു. കാരണം എല്ലാവരുടെയും ഹ്യൂമൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടറിൻ്റെ പേരായിക്കോട്ടെ, ചൂസ് ചെയ്ത പേര് വരെ ഭയങ്കര അടിപൊളിയായിരുന്നു പറയുക. അപ്പോൾ അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. അപ്പോൾ ഷൈൻ സർ അത്രയും തോട്ട് കൊടുത്തിട്ടുണ്ട് ഇവൻ ഒരാളുടെ ക്യാരക്ടറിനുള്ള ഒരു ക്യാരക്ടർ കൊടുക്കാൻ വേണ്ടി. ഷോ സ്റ്റീലർ എന്ന് പറയുന്നത് ഇപ്പോൾ സിദ്ധാർത്ഥ് ഭരതനെ പറ്റിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ പ്രകടനം എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥ് അടിപൊളിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പറഞ്ഞ പോലെ ഒരു വൺ ആർട്ടിസ്റ്റ് അല്ല, ഓരോ ആർട്ടിസ്റ്റിലേക്ക് നമുക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഫുൾ മൂവിയിൽ ഓരോ ഡയലോഗ്സ് നമ്മുടെ മൈൻഡിലുണ്ടാവും. അല്ലെങ്കിൽ ഹ്യൂമറിനുപരി നമുക്ക് എല്ലാവർക്കും മെസ്സേജ് പോലും കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ലൈക്ക് നമ്മൾ കാണുന്ന സമയത്ത് ലൈക്ക് തന്നെ പെർഫെക്ഷനിൽ മാത്രമല്ല ബ്യൂട്ടി, അങ്ങനെ നമുക്ക് എല്ലാവർക്കും നമ്മൾ കേൾക്കുമ്പോൾ ലൈക്ക് ഓക്കെ ഫൈൻ, നമ്മളിലും എല്ലാവർക്കും ഒരു ബ്യൂട്ടി ഉണ്ട്. നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവുന്ന ഒരുപാട് നല്ല മെസ്സേജസ് ഉണ്ട്. ഇതൊക്കെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. യെസ്, എനിക്ക് ഒത്തിരി സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയാണ്. ഓഡിയൻസ് ഒരുപാട് കൂടെ ചിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ തിയേറ്ററിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ തിയേറ്ററിലും ഇവിടെയും ചിരികൾ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമുക്കറിയാലോ അടുത്ത സീനിൽ ഇപ്പോൾ ഒരു കോമഡി ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കും, അപ്പോൾ ചിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ എവറി ടൈം നോക്കുമ്പോഴും ആളുകൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് 18 വയസ്സിന് മുകളിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് എല്ലാവരോടും വരാൻ പറയണം. എൻജോയ് ചെയ്തു, കുറേ ചിരിച്ചു. അപ്പോൾ കാണുന്നവരും ചിരിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണാം. നിങ്ങൾ അതിനെ കണ്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു, കുറേ ചിരിച്ചു. ഇതുപോലത്തെ ഒരു സബ്ജക്റ്റ് ടാക്കിൾ ചെയ്തത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഓഡിയൻസിന് എന്താണ് ഒരു അഭിപ്രായം എന്ന് അറിയാൻ ഞാൻ ഭയങ്കരമായിട്ട് ഈഗറാണ്. സോ എല്ലാവരും പോയി പടം കാണും. സ്പൈക്കിന് രണ്ടാം ഭാഗം ഉണ്ടാകും, കാരണം അവസാനം വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ അവരുടെ എന്താണെന്നൊക്കെ നോക്കാം. വി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഹൃദയമ്പിനി കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കാരണം ഒരുപാട് ആളുകൾ ഇപ്പം തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇപ്പോൾ എ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകൾ. എ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ 18 and above കാണും, കണ്ടിട്ട് നിങ്ങൾ പറയൂ. പക്ഷേ 18 and above ഡെഫിനറ്റ്ലി എ സർട്ടിഫിക്കറ്റ് ക്ലീൻ ഷീറ്റ് കിട്ടിയിരിക്കുകയാണ്, പക്ഷേ ക്ലീൻ ചെയ്യണം. സോ കമൻറ്റ്. താങ്ക് യു.